ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഏറെ പറഞ്ഞു. ആ വാക്കിൽ നിന്നൊരു മാപ്പ് കിട്ടാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാരെ ചുറ്റും കറങ്ങിയത് 72 തവണയാണ്. ചുറ്റും കറങ്ങിയിട്ട് അലിയാരോട് പറഞ്ഞു, അലി എനിക്ക് മാപ്പാക്കണേ, എനിക്ക് വിട്ടുതരണേ. എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാരെ, ഉമ്മമാരെ, ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളുടെ നേതാവല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു വാക്ക് ഏറെ പറഞ്ഞതിന്റെ പേരിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് പറഞ്ഞ് പൊരുത്തം വാങ്ങുന്നു. മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന യഥാർത്ഥ പൊരുത്തം. വാക്കിന്റെ പ്രകമ്പനം കൊള്ളിച്ച് മനസ്സിന് വെറുപ്പുണ്ടാക്കി, നീറ്റലുണ്ടാക്കി, ക്ഷമയോടെ നടക്കുന്നൊരു ഭർത്താവ് ഒന്നും പറയാത്തതിന്റെ പേരില് പിന്നെയും മേക്കിട്ട് കയറിയാൽ എത്ര ഇബാദത്തും ഇൽമുമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ദുസ്വഭാവത്തിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരും. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ സംഭവം പോയി പറഞ്ഞു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, ഇത്രയും തവണ നീ ചുറ്റിക്കറങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹു മാപ്പ് തന്നില്ലെങ്കിൽ പോയി കിടക്കേണ്ട സ്ഥലം ഏതാണെന്നറിയോ? നാളെ നരകമായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. മക്കളെ നല്ലോണം പഠിപ്പിക്കണം. പെൺകുട്ടികളെ നല്ല സംസാരങ്ങൾ പഠിപ്പിക്കും. തട്ടിക്കയറി സംസാരിക്കാൻ പഠിപ്പിക്കരുത് ഒരിക്കലും. അത് ബാപ്പാനോടല്ലേ പ്രശ്നമല്ല, എന്നോടല്ലേ, ഉമ്മാനോടല്ലേ. അതിനെ അഥവാ അപ്പം കൊണ്ട് പഠിപ്പിക്കണം, പറഞ്ഞു പഠിപ്പിക്കണം, ഭാഷ പഠിപ്പിക്കണം, ശൈലി പഠിപ്പിക്കണം, സംസാരത്തിന്റെ രൂപഭാവങ്ങൾ പഠിപ്പിക്കണം, മറുപടി പറയേണ്ടത് പഠിപ്പിക്കണം, പ്രചോദനത്തിന്റെ വാക്കുകൾ പഠിപ്പിക്കണം, മക്കളെ ശിക്ഷണം ചെയ്യേണ്ടത് പഠിപ്പിക്കണം. ഉമ്മ ആൾക്കാരോടെങ്കിലും എന്തെങ്കിലും അപമര്യാദയായ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ സാലിമാമതങ്ങൾ പറയുന്നു, അപ്പ പറഞ്ഞു ഉപദേശിച്ച് തിരുത്തിക്കൊള്ളണം. ഒരിക്കൽ വിട്ടുവീഴ്ച കൊടുത്താൽ പിന്നെ അതങ്ങനെ വളർന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലാകും. ആ രൂപത്തിലേക്ക് വരും. പിന്നെ അത് ജീവിതത്തിന്റെ ഒരു സ്വഭാവമായിട്ട് മാറും. ഒരു കല്ല് പോലെ ഉറച്ചു പോകുന്നത്. ഒരിക്കൽ കേട്ടു, സ്വന്തം ചേട്ടത്തിയോ അനുജത്തിയോ സ്വന്തം ചേട്ടനെ അനുജനോ പേരെടുത്ത് വിളിക്കുന്ന കേട്ടാ വാപ്പ വിളിക്കണം. ഒരു കാര്യം പറയട്ടെ, അതെന്റെ ആരാ? അത് മൂത്താള്. ഇപ്പൊ എന്താ വിളിച്ചേ? പേരെടുത്തല്ലേ വിളിച്ചേ? മേലാൽ അങ്ങനെ വിളിക്കരുത്, കാക്കാന്ന് വിളിച്ചാൽ മതി.